ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അത് നമ്മളുടെ ഈ അടുത്ത് സംഭവിച്ചത് നെഞ്ചിലൊക്കുന്ന ഒരു സംഭവമാണ് അല്ലേ, മേഘ എന്ന IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യ. അപ്പോൾ മേഘയുടെ കാര്യം പറയുകയാണെങ്കിൽ, മേഘ വളരെ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചു. അയാളെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു പോയി മേഘ. അപ്പം ഇയാള് അമിതമായിട്ട് വിശ്വസിച്ച് ഇയാൾ കല്യാണം കഴിക്കണമെന്നാണ് പ്രതീക്ഷിച്ചത്. ആ ഒരു വിശ്വാസത്തിന്റെ പ്രേരണയിൽ ഇയാളുടെ ചൂഷണത്തിനൊക്കെ നിന്ന് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ പണം കൊണ്ടുള്ള ചൂഷണം, ശാരീരികമായ ചൂഷണം, എല്ലാ രീതിയിലും നിന്ന് കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വേറൊരു IB ഉദ്യോഗസ്ഥയായിട്ട് ഈ സുഗാന്ത്, ഇതാണ് ഇയാളുടെ പേര്, ഇയാൾക്ക് ബന്ധമുണ്ടെന്ന്. അപ്പോൾ ആകെ തന്നെ തകർന്നു പോയി. കാരണം അത്രയ്ക്കും വിശ്വസിച്ച് സ്നേഹിച്ച് ജീവൻ പോലും അത്രയും പ്രണയിച്ച ഒരാളുടെ അടുത്തുനിന്ന് ഈ ഒരു ചതി പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആണ് ഈ സുഗാന്ത് എന്ന് പറയുന്ന വില്ലൻ അയാൾ സമ്മതിക്കുന്നില്ല കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ മറ്റേ ബന്ധം കൂടെ അറിഞ്ഞല്ലോ. അപ്പൊ ആകെ മാനസികമായിട്ട് വളരെയധികം തകർന്നു, ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായി. ആകെ താങ്കൾ വിഡ്ഢിയായിപ്പോയെന്ന് ആ തിരിച്ചറിഞ്ഞ നിമിഷം അത്രയും സ്നേഹം കൊടുത്തിട്ടും അത്രയും വിശ്വസിച്ചിട്ടും അപ്പൊ അവൾക്ക് മരണമല്ലാതെ അവളുടെ മുന്നിൽ ഒരു പോംവഴിയില്ല. അതിന്റെ ഇടയ്ക്ക് അവളെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. ഇത്രത്തോളം ദുഷ്ടത ഒരു പെൺകുട്ടിയോട് ചെയ്തിട്ട് ഇപ്പോഴത്തെ പുതിയ ന്യൂസുകൾ വരുന്നത് ഇയാൾക്ക് മറ്റൊരു പെണ്ണല്ല, ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നാണ്. അപ്പൊ നമ്മളിത് ചിന്തിക്കേണ്ട ഒരു വിഷയം, എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഇതിലിങ്ങനെ കുടുങ്ങി പോകുന്നത് എന്നതാണ്. അപ്പൊ സ്നേഹിക്കുക എന്നത് ഈ ഒരു പ്രായത്തിന്റെ ഇതിൽ സ്വാഭാവികമാണ്. പക്ഷെ ഈ സ്നേഹിക്കുന്ന കാലയളവിൽ ഇവർ കുറേ ഹിന്റുകൾ ഇട്ടുകൊണ്ടിരിക്കും. അതായത് ഇത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇയാളൊരു നാർസിസ്റ്റ് ആണെന്ന്. നാർസിസ്റ്റിന്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ചീറ്റിംഗ് ആണ്. ഈ നാർസിസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അയാളുടെ ഒരു ഇമേജ് ഉണ്ടാക്കും. ഇങ്ങനെ ഇയാള് ഈ ഒരു പെൺകുട്ടിയെ മാത്രം സ്നേഹിക്കുന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കും. അതേപോലെ തന്നെ സെയിം ടൈം വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കും. ആ സമയത്ത് അവിടെയും ഇതേ ഇമേജ് തന്നെ ഉണ്ടാക്കും. അവളെ മാത്രമുള്ള അവളത്രയും വിശ്വാസം ജനിപ്പിക്കുക. അവളില്ലാതെ ഇയാൾക്ക് ജീവിക്കാൻ പറ്റില്ല, അവളാണ് എല്ലാം, നാളെ കല്യാണം കഴിക്കും, തുടർന്നുള്ള ജീവിതം, എല്ലാ സ്വപ്നം. അതേസമയം തന്നെയാണ് മറ്റു പല പെണ്ണുങ്ങളോട് ഏത് തരം പ്രായക്കാരോടും ഇയാള് അതിർവിട്ടൊരു ബന്ധം സൂക്ഷിക്കും. അതിർവിട്ട ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറി കടന്നിട്ടുള്ള ഒരു ബന്ധമായിരിക്കും നാർസിസ്റ്റ് എപ്പോഴും സൂക്ഷിക്കുന്നത്. അവരുടെ എല്ലാ ബന്ധങ്ങളിലും കാണാൻ അവർക്ക് ബൗണ്ടറി ഉണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തരും വിചാരിക്കുന്നത് ഓരോ സ്ത്രീകളും വിചാരിക്കും, ഇപ്പൊ ഒരു നാർസിസ്റ്റിക് പുരുഷന്റെ കാര്യമാണ് വിചാരിക്കാം, ഓരോ സ്ത്രീകളും വിചാരിക്കുന്നത് ഞാൻ മാത്രമല്ല അവളുടെ ലൈഫിൽ. പക്ഷേ നിങ്ങൾ ആരും അറിയുന്നില്ല, ചങ്ങല പോലെ അത്രയും ആളുകളുണ്ടാവും. അത് മാത്രം സ്നേഹിച്ച് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഒരു ഡിസോർഡർ ആണത്, അവർക്കത് മാറ്റാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്, ഇപ്പം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവർക്ക് നിന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഈ പറയുന്ന എന്തെങ്കിലും ഇവരിലുണ്ടോ അവർ ഹിന്ദു ഇട്ടുകൊണ്ടിരിക്കും. കാരണം ഇത്രയും പേരായിട്ട് ബന്ധമുള്ളപ്പോൾ എപ്പോഴെങ്കിലും ഫോണിൽ കോളുകൾ വരാൻ, എന്തെങ്കിലും കാണാൻ, ഫോണിൽ മെസ്സേജുകൾ കാണാൻ, എന്തെങ്കിലും സംഭവിക്കും. ആൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ, കാണാതിരിക്കാൻ, എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും, ഒരാൾ പെട്ടെന്ന് തന്നെ കാണാതെ ഒരു ദിവസം ഉണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങളിത് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യണം. ഇയാളെ ബൗണ്ടറി ഭേദിക്കുന്ന ആളാണോ, പിന്നെ ഇയാൾ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന ആളാണോ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളച്ചൊടിച്ച് കുറ്റം മുഴുവൻ നിങ്ങൾ ചാർത്തുന്ന ആളാണോ, പിന്നെ ഇയാള് നിങ്ങളിൽ നിന്ന് ക്യാഷൊക്കെ കൈപ്പറ്റാറുണ്ടോ, അതുപോലെ തന്നെയാണ് ഫിസിക്കലി ചൂഷണം ചെയ്യുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ 100% ഉറപ്പിക്കാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാർസിസം എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നിങ്ങളൊരു ഇയാളെ ഇനി എത്ര മടങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാലും അയാളെ നിങ്ങളിലേക്ക് മാത്രം ഒതുക്കുന്നതാണ് ഒരിക്കലും കഴിയില്ല. ഇതൊരു ഡിസോർഡർ ആണ്. ഈ ഡിസോർഡറിന്റെ പ്രത്യേകത ഇത് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൽ പിന്മാറാന്നുള്ളത് മാത്രമാണ്. പിന്മാറാൻ പറയാൻ എളുപ്പമായിരിക്കും, പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാളും എത്രയും നല്ലതാണല്ലേ പിന്മാറിയിട്ട്. ഇയാൾക്ക് ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇയാൾ നിങ്ങളോട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഇയാളുടെ റിവെഞ്ച് കാണിക്കാനെങ്കിലും ജീവിച്ചോട്ടെ, പ്രതികാരം കാണിക്കാനെങ്കിൽ, ഇയാളെ തോപ്പിക്കാനെങ്കിലും വേണമെങ്കിലും ജീവിക്കാമല്ലോ. ഇവരോട് കാണിക്കാവുന്ന ഏറ്റവും വലിയൊരു റിവെഞ്ച് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കാന്നുള്ളതാണ്. അതായത് ഇവരില്ലാതെ ഏറ്റവും വളരെ നന്നായിട്ട്, ഏറ്റവും സന്തോഷമായിട്ട്, നിങ്ങൾ സന്തോഷമായിട്ട് കാണുന്ന ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പൊ നിങ്ങൾ സന്തോഷമായിട്ട് ഓരോരുത്തരും ജീവിച്ചു കാണിക്കണം. നാർസിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഈ ചീറ്റ് ചെയ്യപ്പെടുന്നവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരൊട്ട് മിക്ക പേരും നാർസിസ്റ്റുകൾ കാരണം തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പങ്കാളിയെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു മരണം
ഉണ്ടാവാതിരിക്കാനുള്ള ഇത് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് അവരവരുടെ ജീവൻ ബലി കൊടുക്കാതിരിക്കാനും, പിന്നെ അതുപോലെ അത്രയും നാൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് നിങ്ങൾ അവരുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അവരുടെ റിലേറ്റീവ്സിന്റെ എല്ലാ വേദനകളും നിങ്ങൾ മനസ്സിലാക്കുക, അതുകൊണ്ട് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം.